ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തുടർച്ചയായ രണ്ടാം സമനില. ഇന്ന് എവേ പോരാട്ടത്തിൽ ഒഡീഷ FC-യോടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സമനില വഴങ്ങിയത്. മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. ആവേശകരമായ മത്സരമാണ് ഇന്ന് കലിംഗ സ്റ്റേഡിയത്തിൽ കാണാനായത്. 2 ഗോളുകൾക്ക് മുന്നിലെത്തിയ ശേഷം ബ്ലാസ്റ്റേഴ്സ് ആ ലീഡ് കൈവിടുകയായിരുന്നു. മത്സരത്തിൽ തുടക്കം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്താണ് കളിച്ചത്. 18-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ലീഡെടുത്തു. ജിമിനസിന്റെ അസിസ്റ്റിൽ നോഹ സദോവിയാണ് ഗോൾ നേടിയത്. താരത്തിന്റെ സീസണിലെ 3ാം ഗോളാണിത്. 21-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ലീഡ് ഇരട്ടിയാക്കി. ഇത്തവണ നോഹയുടെ പാസ് സ്വീകരിച്ച് ജിമിനസ് പന്ത് വലയിലെത്തിച്ചു. എന്നാൽ 29-ാം മിനിറ്റിൽ കൊയോഫിന്റെ ഓൺ ഗോൾ ഒഡീഷയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു. 36-ാം മിനിറ്റിൽ ഡിഗോ മൊറൂസിയയിലൂടെ ഒഡീഷ സമനില നേടി. രണ്ടാം പകുതിയിൽ ഇരു ടീമുകൾക്കും നല്ല അവസരം ലഭിച്ചുവെങ്കിലും വിജയ ഗോൾ കണ്ടെത്താനായില്ല. ഇഞ്ചുറി ടൈമിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നോഹയെ പെനാൽറ്റി ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിക്കേണ്ടിയിരുന്ന പെനാൽറ്റി റഫറി അനുവദിച്ചതുമില്ല. മത്സരത്തിന് കണക്കുകളിലേക്ക് വന്നാൽ 51% ബോൾ പൊസിഷൻ ഒഡീഷ FC-ക്കായിരുന്നു. 16 ഷോട്ടുകളാണ് ഒഡീഷ ആകെ തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്, 370 പാസുകൾ, 82% കൃത്യതയോടെ ഒഡീഷ പൂർത്തിയാക്കി. 16 ഷോട്ടുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സും തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്, 345 പാസുകൾ, 78% കൃത്യതയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കി. 4 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 5 പോയിന്റുമായി ലീഗിൽ 4-ാമതാണ്. ഒഡീഷ FC 4 പോയിന്റുമായി 9-ാം സ്ഥാനത്തും. ഒക്ടോബർ 20-ന് മുഹമ്മദൻ സെസ്സിക്കെതിരായാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.